നമുക്ക് വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തയിലേക്ക് പോയാലോ? നമ്മൾ ഇത്ര നേരം നമ്മുടെ നാട്ടിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു അല്ലേ? നമുക്ക് ലോക വാർത്തകളിലേക്ക് പോകാം. അവിടെ ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ തയ്യാറാണ്. ഇറാന്റെ IRGCയെ പിന്തുണയ്ക്കുന്ന ഇറാഖിലെ ഭീകര കേന്ദ്രങ്ങളിൽ സൗദി അറേബ്യയുമായി ചേർന്ന് സംയുക്ത ആക്രമണം നടത്തിയ US സെൻട്രൽ കമാൻഡ് ജോർദാനിലെ US സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം പ്രതിരോധിച്ചതായും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസ, ഈ ട്രംപ് ഒരു വര വരയ്ക്കുന്നു, ഇറാൻ മറ്റൊരു വര വരയ്ക്കുന്നു, പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്രമണമാണ്. ഇപ്പോഴിതാ സൗദി അറേബ്യയുമായി ചേർന്ന് ഇറാഖിലെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. എന്താണ് ഈ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ? എപ്പോഴായിരുന്നു? എന്താണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്? ഐസൻ. അശ്വതി കൃഷ്ണരാജ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത് ശക്തമായ ആക്രമണം ഇറാഖിൽ നടത്തി സൗദി അറേബ്യയുടെ പിന്തുണയോടെ രണ്ട് രാജ്യങ്ങളുടെയും എയർഫോഴ്സ് സംവിധാനങ്ങൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 30ഓളം ഇറാഖി കേന്ദ്രങ്ങളിൽ നിന്ന് 30 മിസൈലുകൾ ഇറാഖിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് അമേരിക്കയുടെ വിവിധ സൈനിക കേന്ദ്രങ്ങളിലേക്ക് വിക്ഷേപിച്ചു അല്ലെങ്കിൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ചില വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തു വരികയും ചെയ്തിരുന്നുവെങ്കിൽ കൂടി US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. IRGCയെ പിന്തുണയ്ക്കുന്ന ഇറാഖിലെ വിഭാഗങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ IRGCയുടെ ചില ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇറാഖിലെത്തി ആക്രമണത്തിന് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാഖിലെ ചില സ്വാധീന മേഖലകളിൽ നിന്നും കൃത്യമായ ആക്രമണം പശ്ചിമേഷ്യയിലെ പല കേന്ദ്രങ്ങളിലേക്ക് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പശ്ചിമേഷ്യൻ കേന്ദ്രങ്ങളിലേക്ക് നടന്ന ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയെന്നാണ് ഇന്ന് രാവിലെയോടെ സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തത്. അത് സൗദി അറേബ്യയുടെയും അതുപോലെ തന്നെ US സെൻട്രൽ കമാൻഡിൻ്റെയും സംയുക്ത ഓപ്പറേഷൻ ആയിരുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു ഘടകമാകുന്നത്. ഒരു പശ്ചിമേഷ്യൻ രാജ്യം തന്നെ അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാഖിനെതിരെ IRGCക്കെതിരെയൊക്കെ കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ജോർദാനിലേക്ക് പലതവണ ആക്രമണം നടത്തിയിരുന്നു. ജോർദാനിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടന്ന ആക്രമണത്തെ കൃത്യമായി പ്രതിരോധിച്ചതായി സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ഡെവലപ്മെൻ്റാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഐസനോട്. ഐസൻ, ഈ പരിഹാരമാകുന്നു, സമാധാനമാകുന്നു എന്നിങ്ങനെ പതിവായി പറഞ്ഞു കേൾക്കുകയും തൊട്ടു പിറ്റേ ദിവസം വീണ്ടും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഈ പശ്ചിമേഷ്യയിലെ ഈ അശാന്തിക്കൊരു മാറ്റവുമില്ലാതെ ഇങ്ങനെ തുടരുന്നത്? നിർണായകമായൊരു ചോദ്യം തന്നെയാണത്. അതായത് തുടർച്ചയായി ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തി പരസ്പരം ശക്തി തെളിയിക്കുകയും പരസ്പരം സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്യുന്നൊരു നീക്കമാണ് നടക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 13 ദിവസം തുടർച്ചയായി അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളൊക്കെ നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായാണ് നടപടി എന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിനുശേഷം ഒരു 4 ദിവസത്തോളം ഇപ്പോൾ ആക്രമണങ്ങളൊന്നും US നടത്തുന്നില്ല. മാത്രമല്ല, ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ട്രംപിൻ്റെ കൂടിക്കാഴ്ച, അത്തരത്തിൽ നിരവധിയായ സംഭവവികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയുടെ സമയത്താണ് ആക്രമണം. ഏതായാലും പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സ്ഥിരതയുള്ള ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതേയില്ല. വാക്കുകളൊക്കെ പാലിക്കപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.